ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രാധാന്യമുള്ളതാണ്. മിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ പരിസ്ഥിതി അമ്മയുമായി ചേർത്ത് വെക്കാറില്ലേ? അത്തരം നിമിഷങ്ങളെ കൂടുതൽ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അമ്മ ഓർമ്മകളെ കൂടുതൽ മിഴിവുള്ളതാക്കും.
നമ്മളിൽ പലരും വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങി ദേവാലയ മുറ്റത്തെത്തുമ്പോൾ നമ്മുടെ മനസ്സുകളെ ഈ ലോകത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്ന ചില പാട്ടുകളുണ്ട്. ഇന്നും ദേവാലയ മണികൾക്കൊപ്പം ഉള്ളിലെ അൾത്താരിൽ വിരിയുന്ന അത്തരം ചില പാട്ടുകൾ തീർച്ചയായും ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിലെ ദേവാലയ അകത്തളങ്ങളെ ഈ പാട്ട് തിരികെ കൊണ്ടുവരും.
നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞു വന്നു. ഇതുപോലെ നമ്മുടെ ആത്മാവിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമല്ലേ പരിശുദ്ധ കുർബാന. കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും ഒരേപോലെ നിറയും. ഇതുപോലെ ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും ആത്മാവിനെയും ഹൃദയത്തെയും നിറയ്ക്കുന്നതാവട്ടെ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എൻ്റേതാവേണം. എന്നിൽ സ്നേഹമായി എന്നുയിരിൽ നാളമായി, ഇരുളിൽ വീഴാതെ ഇന്നെന്നെ കാക്കേണം. ഇന്നെൻ ചാരയായി ഇന്നും മാറില്ല, ഇന്നെൻ മനസ്സേ മുന്നിൽ നാളമായി. ഈറൻ കാറ്റിൻ കാതിൽ മൂളും മായാരാഗം പോൽ മായാതെ ചേരും എൻ നെഞ്ചിൽ നീയാകെ. നീറും നോവിൽ നിറയും സ്നേഹം പകരാൻ എന്നുള്ളിൽ അലിയണം അലിവോടെന്നെന്നും ഈശോയേ. ഉരുകുമെന്നുള്ളം നിന്റെ കാൽക്കൽ വെപ്പു ഞാൻ, ഈശോയേ എന്നിൽ അലിവോടലിയണം. ഇന്നെൻ ചാരയായി ഇന്നും മാറില്ല, ഇന്നെൻ മനസ്സേ മുന്നിൽ നാളമായി. എന്നെ ഉള്ളം കയ്യിൽ കാക്കും മണ്ണിൽ വീഴാതെ, അതിലോലം തുണയാകും എൻ കൈവെടിയാതെ. എന്നും നിന്നിൽ ചേരാം ഞാനീ എന്നെ നിനയാതെ. നിറവേറും നിധിയായി നീ എന്നെ മാറ്റേണേ. ആരാരും കാണാതെ ഉള്ളം കനലായി നീറുമ്പോൾ ഈശോയെ വിൺമഴ നീ മനതാരിൽ തൂകേണേ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എൻ്റേതാവേണം. എന്നിൽ
എന്നിൽ സ്നേഹമായി എന്നുയിരിൽ നാളമായി ഇരുളിൽ വീഴാതെ ഇന്നെന്നെ കാക്കേണം ഇന്നിൻ ചാരയായി ഇന്നും മാറില്ല ഇന്നെൻ മാനസേ മുന്നിൽ നാളമായി നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവരോട് നമ്മൾ പറയും ഞങ്ങൾ ഇന്ന് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഒന്ന് ആലോചിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ഈശോയോടല്ലേ? കാരണം സ്വന്തം ജീവൻ പോലും നമുക്ക് ബലിയായി തന്നവനാണ് ഈശോ. ആ ഈശോയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു കാഴ്ചയായി സമർപ്പിക്കാം.
സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല പാട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.